ഏറ്റുമുട്ടലുകളും സ്ഫോടനങ്ങളും ഗസയിൽ നിന്ന് വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നു. ആദ്യകാലങ്ങളിൽ നടന്ന സമാനമായിരിക്കുന്ന രീതിയിലാണ് ഇസ്രായേൽ സൈന്യവും പോരാളികളും തമ്മിൽ ശക്തമായിരിക്കുന്ന ഏറ്റുമുട്ടലുകൾ നടക്കുന്നത്. ക്യാൻ യൂനിസിൻ്റെ ഭാഗങ്ങളിൽ നടന്ന സ്ഫോടനത്തിൽ 7 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു. സമാനമായ മറ്റൊരു ഏറ്റുമുട്ടലുകളിൽ 3 സൈനികർ കൊല്ലപ്പെട്ട വിവരം പുറത്തു വന്നു. ഇന്നത്തെ ദിവസം ഏകദേശം 10 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുകയും 16-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നും അതോടൊപ്പം തന്നെ 15ഓളം സൈനികരെ കാണാതായിരിക്കുന്നു എന്ന റിപ്പോർട്ട് വേറെയും കാണാൻ വേണ്ടി സാധിക്കുന്നു. സാധാരണഗതിയിൽ ഏറ്റുമുട്ടലുകളും മരണവും പരിക്കേറ്റവരും സാധാരണയാണെങ്കിലും കാണാതാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല. ഇത് ഏത് തരത്തിലാണ് ഇത്തരമൊരു സംഭവം അവിടെ ദൃശ്യമായത് എന്നതിനെക്കുറിച്ച് അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് IDF തീരുമാനിച്ചു. പരിക്കേറ്റവരെ ജെറുസലേം നഗരത്തിലേക്ക് ഹെലികോപ്റ്റർ മുഖാന്തരം കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതും ഗുരുതരമായിരിക്കുന്ന ആളുകളെ മറ്റ് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത് എന്നും ഇതിൻ്റെ തുടർച്ചയായിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ ഭാഗങ്ങളിൽ കാണുന്നു. ഇസ്രായേൽ ഇറാൻ ഏറ്റുമുട്ടലുകൾ ഏറെക്കുറെ അവസാനിച്ചതിൻ്റെ ഭാഗമായി വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടുള്ള ഒരു ആക്രമ രീതിയാണ് IDFന് നേരെ നടത്തിയത് എന്ന് IDFൻ്റെ സൈനിക മേധാവി പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ടും ഇതോടനുബന്ധിച്ച് തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നു. തെക്ക് വടക്കൻ ഗസയും ക്യാൻ യൂണിസിൻ്റെ ഭാഗങ്ങളും ഇപ്പോൾ സജീവമായിരിക്കുന്ന പോരാട്ട മേഖലയായി മാറിയിരിക്കുന്നു. ചില ഏരിയകളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറിയിരിക്കുന്നു എന്നുള്ളതും ചില ഏരിയകളിൽ മറ്റ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഹമാസോ അല്ലെങ്കിൽ അത്തരം സൈനിക മേധാവിത്വമുള്ളവരോ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കുന്നു എന്ന തരത്തിലുമാണ് ഈ മേഖലയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട്. ഭക്ഷണത്തിന് വേണ്ടി വരി നിൽക്കുന്ന പാലസ്തീനികളെ വെടിവെച്ച് കൊല്ലുന്ന പ്രവർത്തികൾ ഇന്നും തുടർന്നിട്ടുണ്ട് എന്നുള്ളതും 4-ലധികം പേർ കൊല്ലപ്പെട്ട വിവരവും പുറത്തു വരുന്നു. അതോടനുബന്ധിച്ച് ശക്തമായിരിക്കുന്ന പ്രതിരോധങ്ങൾ പല മേഖലകളിലും ദൃശ്യമാകുന്ന തരത്തിലും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് അറിയാൻ വേണ്ടി സാധിക്കുന്നു. ഇറാൻ്റെ ഇടപെടലുകൾ ഇനി ഗസക്കകത്ത് ഉണ്ടാകുമോ എന്ന ഒരു പ്രാധാന്യമുള്ള ചോദ്യവും ഇതോടൊപ്പം തന്നെ ഉയർന്നു വരികയാണ്. കാര്യം ഏറെക്കുറെ ഇറാനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള യുദ്ധം അവസാനിച്ചു. അവരിനി അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പാലസ്തീന് സ്വാതന്ത്ര്യമാവുക, പാലസ്തീനികളെ സഹായിക്കുക, അവർക്കെതിരെ യുദ്ധം ചെയ്യുന്നവരെ പ്രതിരോധിക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ ഇറാൻ്റെ ലക്ഷ്യമായിട്ട് നമ്മൾ കണ്ടത്. മറ്റൊരു രാജ്യത്തും കാണാത്തത്ര വൈകാരികപരമായിരിക്കുന്ന ഇടപെടൽ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഇറാനെ ലോകരാഷ്ട്രങ്ങളിടയിൽ ശ്രദ്ധേയമാക്കിയിരിക്കുന്ന രാജ്യമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. ഇന്നത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഭയപ്പെടുന്ന ഒരേ ഒരു രാജ്യത്തിൻ്റെ പേര് ഇറാൻ മാത്രമാണ്. ഏറെക്കുറെ അമേരിക്കയും അങ്ങനെ തന്നെയാണ്. അറബ് രാജ്യങ്ങളിലുള്ള മിലിറ്ററി ബേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട് എന്ന് അമേരിക്ക എന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സുരക്ഷിതമായിരിക്കുന്ന ഒരു മേഖലയായിട്ട് യഥാർത്ഥത്തിൽ അറേബ്യൻ മേഖലയിലുള്ള അമേരിക്കയുടെ സൈന്യ താവളത്തെ കാണാൻ വേണ്ടി സാധിക്കുകയില്ല. ഏത് സമയത്തും ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലും സുരക്ഷിതമല്ലാത്തൊരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു. മാത്രമല്ല ആകാശ നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഇപ്പോൾ പഴയ രൂപത്തിൽ അമേരിക്കക്ക് അത്ര ധൈര്യമില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോഴത്തെ പെട്ടെന്നുള്ള ഒരു സാഹചര്യത്തിൽ ഇത്രയും സൈനികർ കൊല്ലപ്പെട്ടത് എങ്ങനെ എന്നതിനെക്കുറിച്ചൊരു റിപ്പോർട്ട് ഇതിൻ്റെ ഭാഗത്ത് പുറത്തു വരുന്നുണ്ട്. അതിലൊന്ന് പറയുന്നത്, ഒഴിഞ്ഞു കിടക്കുന്ന വീടിൻ്റെ അകത്ത് ഹമാസിൻ്റെ പോരാളികളോ മറ്റോ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നുണ്ട് എന്ന ഒരു വിവരം ലഭിച്ചിരിക്കുന്നു. അതൊരു ട്രാപ്പായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരം ആയുധങ്ങളോ ആളുകൾ നടക്കുന്നതും പോകുന്നതുമായിട്ടുള്ള ഒരു രൂപങ്ങളോ സൃഷ്ടിച്ചുകൊണ്ട് ഇസ്രായേലി സൈന്യത്തെ ഈ മേഖലയിലേക്ക് ആകർഷിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ സ്ഫോടനത്തിലോ അതല്ലെങ്കിൽ വെടിവെപ്പിലോ ആണ് മരണപ്പെട്ടത് എന്നാണ് ആദ്യത്തെ റിപ്പോർട്ട് പുറത്തു വരുന്നത്. രണ്ടാമത്തേത് ടാങ്കിനോടനുബന്ധിച്ച് റോഡിൽ കുഴിച്ചിട്ടിരിക്കുന്ന ബോംബ് പൊട്ടിയിട്ടോ അതല്ലെങ്കിൽ മലനിരക്കുകളിൽ നിന്നുള്ള മിസൈൽ ആക്രമണത്താലോ ആണ് ടാങ്ക് പൊട്ടിത്തെറിച്ച് മരണപ്പെട്ടത് എന്നുള്ളതാണ്. ഒരു ടാങ്ക് പൊട്ടിത്തെറിച്ചാൽ പക്ഷേ 4 പേരൊക്കെ മരണപ്പെടാൻ സാധ്യതയുള്ളൂ. പക്ഷേ 7 പേര് പറഞ്ഞ സ്ഥിതിക്ക് ഒന്നിലധികം ടാങ്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നു. ഏതായിരുന്നാലും ഈ മേഖല അശാന്തമായിട്ട് തുടരുകയാണ്. ഒരു കൃത്യമായ രീതിയിലുള്ള പ്രതിരോധ സംവിധാനം ഉണ്ടാക്കുന്ന കാര്യത്തിൽ IDF പരാജയപ്പെടുന്നു എന്ന് പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം അവരുടെ സൈനികർക്കൊക്കെ മാനസികപരമായ രീതിയിലുള്ള പ്രയാസങ്ങൾ, ഇസ്രായേലിൻ്റെ സൈന്യം ഒരിക്കലും വിജയിക്കില്ല എന്നുള്ള ഒരു രീതി അല്ലെങ്കിൽ അങ്ങനെ ഒരു സംസാരം ഇപ്പോൾ ഇറാനുമായിട്ടുള്ള ഏറ്റുമുട്ടലിനോടനുബന്ധിച്ച് അവിടെ പ്രകടമാണ്.
ജയിക്കാത്ത ഒരു യുദ്ധത്തിൻ്റെ മുനമ്പിലാണ് തങ്ങളുള്ളത് എന്നുള്ളതും പരിക്കേൽക്കുകയോ മരണപ്പെടുകയോ ചെയ്താൽ ലക്ഷ്യം കൃത്യമായിരിക്കുന്ന രീതിക്കനുസരിച്ച് മറ്റുള്ള സൈനികർ ഇതിനെ ഗവൺമെൻറ് ഈ വിഷയത്തിൽ ഇടപെടാറില്ല എന്നുള്ളൊരു പരാതി ഇതിന് മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാര്യം ഹമാസ് ഇപ്പോൾ മോചിപ്പിക്കേണ്ട ബന്ദികളിൽ സൈനികരുടെ മേധാവികളും ഉണ്ട് എന്ന് ഇതിനിടയിൽ റിപ്പോർട്ട് വന്നിരുന്നു. അപ്പോൾ അത്തരം മോചനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ലാത്ത ഒരു സർക്കാരിൻ്റെ കീഴിലാണ് തങ്ങൾ യുദ്ധം ചെയ്യുന്നത് എന്നതിനാൽ അതിൻ്റെതായിരിക്കുന്ന പ്രയാസമുണ്ട് എന്ന അഭിപ്രായം പറയുന്നവരും IDF സംഘത്തിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.